അപ്പോൾ വരാനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു +2 സിലബസ് അനുസരിച്ചിട്ട് തന്നെയാണ് സുവോളജിയും ബോട്ടണിയും കെമിസ്ട്രിയും ഫിസിക്സും നോക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കി പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയത് തൊഴിൽ വാർത്തയാണ്. നമ്മുടെ മാതൃഭൂമി പത്രത്തിൻ്റെ കൂടെ വരുന്ന തൊഴിൽ വാർത്തയാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ അത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എക്സാം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇതിന് മുമ്പേ ആകെ ഒരു PSC എക്സാം പഠിച്ചിട്ട് എഴുതിയിട്ടുള്ളത് ഹരിശ്രീ മാത്രം നോക്കിയിട്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പഠിച്ചതിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ തൊഴിൽ വാർത്ത ഫോളോ ചെയ്യുന്നത്. അപ്പം അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഒരു 3-4-5 ദിവസം തീരുമാനിച്ചിരിക്കുന്നത്. അത് വായിക്കാത്തവർക്ക് ഇത് കേൾക്കാം, അല്ലെങ്കിൽ വായിച്ചവർക്ക് ഒരു റിവിഷനായിട്ടോ വോയിസ് കേൾക്കാനോ വേണ്ടിയിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The process of making something free from bacteria or other living microorganism is called എന്താണ്? സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺലി കേട്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. അതെന്താണ്? ഇറ്റ്സ് എ റിമൂവൽ ഓഫ് ഓൾ കൈൻഡ് ഓഫ് മൈക്രോബ്സ്. ഏതൊക്കെയാണത്? ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയ, വൈറസസ്, ഫംഗി, ഇതൊക്കെ എന്താണ്? മൈക്രോബ്സ് ആണ്. അപ്പം ഇതിൻ്റെ റിമൂവലാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിലോ, അതായത് കോമൺലി നമ്മൾ ഹോസ്പിറ്റൽസിലും ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സിറിഞ്ചസ്, പ്ലേറ്റ്സ്, ഡിഷ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ബാക്ടീരിയൻ്റെയും വൈറസിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാകും. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റീയൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റെറിലൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഷുഡ് ബി ദ ഒപ്റ്റിമം pH ഓഫ് ഫിക്സേറ്റീവ് ടു പ്രിസർവ് ഗുഡ് മോർഫോളജി? What should be the optimum pH of fixative to preserve good morphology? Answer is 7. Okay, the buffering solutions are used to regulate the pH of fixative. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മൾ ഗുഡ് മോർഫോളജി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിക്സേറ്റീവിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിമം pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. ഓക്കെ, നെക്സ്റ്റ്: വേൾഡ് ബ്ലഡ് ഡോണർ ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, June 14th ആണ്. ഏത്? ബ്ലഡ് ഡോണർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 2022 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ സ്ലോഗൻ എന്ന് പറയുന്നത് ഡൊണേറ്റിംഗ് ബ്ലഡ് ഈസ് ആൻ ആക്ട് ഓഫ് സോളിഡാരിറ്റി, join the effort and save lives. Okay, അടുത്തത്: ideal anticoagulant for hematology analysis. Ideal anticoagulant for hematology analysis. The answer is EDTA. EDTA ഫുൾ ഫോം എന്താണ്? എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ഇതെന്താണ്? ഈസ് ആൻ അമിനോ പോളി കാർബോക്സിലിക് acid. Okay, next question: formation of blood cells is called. Formation of blood cell is called hemopoiesis. ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ബ്ലഡുമായി ബന്ധപ്പെട്ട വാക്കാണ്, റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് ഹീമോ അല്ലെങ്കിൽ ഹീമോ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതായത് ഹീമോഗ്ലോബിൻ ഓർത്ത് വെച്ചാൽ തന്നെ കിട്ടും. അപ്പം ഹീമോപോയസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ എന്താണ്? ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെല്ലാണ് ഹീമോപോയസിസ് എന്ന് പറയുന്നത്. ബ്ലഡ് സെൽസ് എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? ബോൺ മാരോയിലാണ്, അല്ലേ? ഏതൊക്കെയാണ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്? റെഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഈ സ്റ്റെം സെല്ലാണ് വളർന്നിട്ട് ഈ 3 ടൈപ്പ് സെല്ലായിട്ട് മാറുന്നത്. സ്റ്റെം സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോൺ മാരോയിൽ എന്തുണ്ടാവും? ഈ സ്റ്റെം സെൽസ് ഉണ്ടാവും. അതായത് യങ് പാരന്റ് സെൽസിനെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോപോയസിസ്. Next question: during the blood donation, the removal of blood components is called apheresis. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഡ്യൂറിങ് ദ ബ്ലഡ് ഡൊണേഷൻ, ദ റിമൂവൽ ഓഫ് ബ്ലഡ് കമ്പോണൻസ് ഈസ് കോൾഡ് apheresis.
Okay. Next question. Which of the following is better indicator of need for transfusion? Answer: hematocrit. Hematocrit levels serve as an indicator of health conditions. The hematocrit test measures the proportion of red blood cells in our blood. Okay. Next question നോക്കാം. The clot of blood formed in the blood vessels is known as thrombosis. ഇതൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലേ? Next question. VDRL test is an example of answer slide test. VDRL ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വിനേറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി. അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ഡിസൈൻ ടു അസസ് വെദർ യു ഹാവ് സിഫിലിസ്. സിഫിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് സിഫിലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഓർ STI. അപ്പോൾ VDRL ടെസ്റ്റ്, സിഫിലിസ്, അത് രണ്ടും ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which case a large lattice is formed? In which case a large lattice is formed? Answer: antigens and antibodies are in optimal proportion. Antigen എന്താണ്, ആൻറ്റിബോഡി എന്താണെന്ന് നമുക്കറിയാം. The antibody binds multiple antigen particles and joins them, okay, and creating a large lattice-like complex, which we can see with naked eye. Okay. Next question. What happens when a person has anemia? Okay, ഒരാൾക്ക് അനീമിയ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അനീമിയ ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഡിക്രീസ്ഡ് റെഡ് സെൽ മാസ് ഓഫ് ബ്ലഡ്. ആൻസർ ഈസ് ദ ബ്ലഡ് ഡസ് നോട്ട് ഹാവ് ഇനഫ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളർച്ച അല്ലേ? അതായത് റെഡ് സെൽസിന്റെ അളവിൽ കുറവുണ്ടാവും. അപ്പോൾ അതെന്തിന് കാരണമാവും? വിച്ച് ലീഡ്സ് ടു ഡിക്രീസ്ഡ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബോഡി. ഓക്കെ, അപ്പം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് അനീമിയ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. അനീമിയാസ് ആർ ക്ലാസിഫൈഡ് എറ്റിയോളജിക്കലി ആൻഡ് മോർഫോളജിക്കലി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡേഷ് ആർ എസെൻഷ്യൽ ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അത് എപ്പോഴും എവിടെയും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡേഷ് ആർ എസെൻഷ്യൽ ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. പ്ലേറ്റ്ലെറ്റ്സ് എക്സാമ്പിളാണ്. അതായത് ചില പ്രോട്ടീൻസ് ആവാം ക്വസ്റ്റ്യനിൽ വരുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ബ്ലഡ് സെൽ ഓർഗനൽ ഏതാണെന്നായിരിക്കും ചോദിക്കുക. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. അപ്പോൾ ഓപ്ഷനിൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽ, പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെ വരുവാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് എന്താണ്? സ്മോൾ സെൽസ് ആണ്. ആൻഡ് ദേ ഡു നോട്ട് ഹാവ് എ ന്യൂക്ലിയസ് ആൻഡ് ആർ എസെൻഷ്യൽ ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ഈക്വൽ ടു ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. പ്ലേറ്റ്ലെറ്റ്സ്, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദ റെഡ് സെൽസ് ആർ റിമൂവ്ഡ് ആഫ്റ്റർ ദെയർ ലൈഫ് സ്പാൻ ഇൻ ഡാഷ്. മോസ്റ്റ് ഓഫ് ദ റെഡ് സെൽസ് ആർ റിമൂവ്ഡ് ആഫ്റ്റർ ദെയർ ലൈഫ് സ്പാൻ ഇൻ മാക്രോഫേജസ്. മാക്രോഫേജസ് ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദെയർ ലൈഫ് സ്പാൻ ദ RBCs are removed by the macrophages of liver and spleen. Okay. The macrophages can be classified on basis of the fundamental function and activation. According to this grouping, there are classically activated macrophages, wound healing macrophages and regulatory macrophages. അപ്പോൾ മാക്രോഫേജസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ആ ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്? ക്ലാസിക്കലി ആക്ടിവേറ്റഡ് മാക്രോഫേജസ് ആർ ദർ, വൂണ്ട് ഹീലിംഗ് മാക്രോഫേജസ് ആൻഡ് റെഗുലേറ്ററി മാക്രോഫേജസ്. ഓക്കെ, അതായത് റെഡ് സെൽസ് അവരുടെ ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്? മാക്രോഫേജസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് വാട്ടർ ഫ്രം ടിഷ്യൂ ഈസ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, ഡീഹൈഡ്രേഷൻ ഈസ് സിംപ്ലി ദ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം അക്വസ് ഫിക്സഡ് ടിഷ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഫിൽട്രേറ്റഡ് ടിഷ്യൂ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഈസ് കോൾഡ്. ആൻസർ: ഇംപ്രഗ്നേഷൻ. ഇംപ്രഗ്നേഷൻ. അപ്പോൾ ഇംപ്രഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ഇൻഫിൽട്രേഷൻ സബ്സ്റ്റൻസ് ഈസ് അപ്ലൈഡ് ഫോർ ഫുള്ളി റിമൂവിംഗ് ദ ക്ലിയറിംഗ് ഏജന്റ് ഫ്രം ദ ടിഷ്യൂ ആൻഡ് റീപ്ലേസിംഗ് ഇറ്റ് വിത്ത് എ മെറ്റീരിയൽ ദാറ്റ് ടോട്ടലി ഫിൽസ് ഓൾ ഓഫ് ദ ടിഷ്യൂ കാവിറ്റീസ്. അതാണ് ഇംപ്രഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കൊയാഗുലേഷൻ സ്റ്റഡീസ് ദ റേഷ്യോ ഓഫ് ബ്ലഡ് ടു ആൻറ്റികൊയാഗുലൻറ്റ്. ബ്ലഡും ആൻറ്റികൊയാഗുലൻറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 9:1. നെക്സ്റ്റ്, ടിഷ്യൂ മാക്രോഫേജസ് ആർ കോൾഡ്, ആൻസർ മോണോസൈറ്റ്സ്. ടിഷ്യൂ മാക്രോഫേജസ് ആർ കോൾഡ് മോണോസൈറ്റ്സ്. അപ്പോൾ മാക്രോഫേജസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. മാക്രോഫേജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടിഷ്യൂസ് throughout the body and contribute to both homeostasis and disease. ഓക്കെ, അപ്പം മോണോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ല്യൂക്കോസൈറ്റ് ഓർ വൈറ്റ് ബ്ലഡ് സെൽ, അതായത് WBC. ഒരു ടൈപ്പ് ഓഫ് ല്യൂക്കോസൈറ്റ് ആണ് മോണോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ബാക്കി ഏതൊക്കെയാണ് എന്ന് നോക്കി വെക്കാം. അതായത് വൈറ്റ് ബ്ലഡ് സെൽസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച്. അത് ഏതൊക്കെയാണെന്ന് ഇപ്പം തന്നെ പഠിക്കാം. അപ്പോൾ ന്യൂട്രോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ്? ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, കൂടാതെ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ആര്? ന്യൂട്രോഫിൽ. നെക്സ്റ്റ് വൺ, ബേസോഫിൽ. ബേസോഫിൽ എന്താ ചെയ്യുന്നത്? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ആര്? ബേസോഫിൽ. നെക്സ്റ്റ് വൺ, ഈസിനോഫിൽ. ഈസിനോഫിൽ എന്ത് ചെയ്യുന്നു? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ആരെയാണ് അന്യവസ്തുക്കളെ? ന്യൂട്രോഫിൽ എന്തായിരുന്നു പറഞ്ഞത്? ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. കൂടാതെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, മോണോസൈറ്റ്. മോണോസൈറ്റ് എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പം ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നതും ന്യൂട്രോഫിലാണ്. എന്നാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റ് ആണ്. അത് അതിൻ്റെ ഒരു ഷേപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഓക്കെ, ഈ 5 ടൈപ്പാണ് നമ്മുടെ WBC ഉള്ളത്. പ്ലേറ്റ്ലെറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്ലേറ്റ്ലെറ്റ്സ് വിച്ച് ആർ ഫോംഡ് ഫ്രം ദി ബോൺ മാരോ സെൽസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ത്രോംബോപ്രോട്ടീൻ ആർ കോൾഡ് ആസ്, ആൻസർ മെഗാകാരിയോസൈറ്റ്സ്. മെഗാകാരിയോസൈറ്റ്സ് എന്താണ്? വിച്ച് ആർ ദി ഹെമാറ്റോപോയറ്റിക് സെൽസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, അപ്പം മെഗാകാരിയോസൈറ്റ്സ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, RH ആൻറ്റിജൻസ് ആർ ഓൺലി ലൊക്കേറ്റഡ് ഓൺ. RH ആൻറ്റിജൻസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ RBCയിലാണ്. ഓക്കെ, RH ഫാക്ടർ ഈസ് ആൻ ഇൻഹെറിറ്റഡ് protein that can be found on the surface of the red blood cell. If the blood type is positive, then the blood cells have RH protein. അതായത് നമ്മുടെ ബ്ലഡ് ടൈപ്പ്, അതായത് AB പോസിറ്റീവ്, O പോസിറ്റീവ്, B പോസിറ്റീവ്, A പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ബ്ലഡ് ടൈപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ബ്ലഡ് സെൽസ് എന്തുണ്ട്? RH പ്രോട്ടീൻ ഉണ്ട് എന്നാണ് അർത്ഥം. അടുത്തത് ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി ടെസ്റ്റ്. എന്താണ് ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി ടെസ്റ്റ്? ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലോറസെൻസ്. കേട്ടിട്ടുണ്ടല്ലോ, ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലോറസെൻസ് എന്നുള്ള ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി ടെസ്റ്റ്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എന്താണ് FTAABS എന്ന് കാണും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. ദ ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്നുള്ളതിന് ചുരുക്ക രൂപമാണ് FTAABS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് ആന്റിബോഡീസ് ടു ട്രിപ്പോണിമ പലിഡം ബാക്ടീരിയ. എന്താണ്? ട്രിപ്പോണിമ പലിഡം ബാക്ടീരിയന്റെ ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ്
ഈ FTA-ABS എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ, അതായത് ട്രിപ്പോണിമ പലിഡം ബാക്ടീരിയ എന്തിനാണ് കാരണമാകുന്നത്? സിഫിലിസിനാണ് കാരണമാകുന്നത്. സിഫിലിസ് നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണ്? ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് സിഫിലിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? VDRL ടെസ്റ്റ് എന്നാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ കൺഫ്യൂഷൻ ആയോ? VDRL ടെസ്റ്റും ഉണ്ട്, ഈ FTA-ABS എന്ന് പറയുന്ന ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയോ കൺഫർമേറ്ററി ടെസ്റ്റാണ്, ഏതൊക്കെയോ നമുക്ക് പ്രസൻസ് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്, അതൊന്ന് പഠിച്ചേക്കാം. ഓക്കെ, നോക്കാം. ഏതൊക്കെയാണ്? VDRL ടെസ്റ്റ്, RPR, TPHA ആൻഡ് FTS-ABS. 4 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. VDR ഓൾറെഡി കണ്ടു, എന്താണെന്ന് അറിയാം. RPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് പ്ലാസ്മ റേഗിൻ, അതാണ് RPR, റാപ്പിഡ് പ്ലാസ്മ റേഗിൻ. ആൻഡ് TPHA, ട്രിപ്പോണിമ പലിഡം ഹീം അഗ്ലൂട്ടിനേഷൻ. TPHA, ട്രിപ്പോണിമ പലിഡം ഹീം അഗ്ലൂട്ടിനേഷൻ. ആൻഡ് FTS അബ്സോർപ്ഷൻ കണ്ടു, ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി അബ്സോർപ്ഷൻ. ഇതിൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? VDRLും RPRുമാണ്. സ്ക്രീനിങ് ടെസ്റ്റ് VDRL ആൻഡ് RPR. സ്പെസിഫിക് ടെസ്റ്റ് ഫോർ സിഫിലിസ് ഏതൊക്കെയാണ്? FTS-ABSും TPHA. സ്പെസിഫിക് ടെസ്റ്റ് FTS-ABSും TPHAയും. മോസ്റ്റ് സ്പെസിഫിക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, FTS-ABS. എന്താണ്? ഫ്ലൂറസെന്റ് ട്രിപ്പോണിമൽ ആന്റിബോഡി അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഓക്കെ. The most significant bacteria found in acne is, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The most significant bacteria found in acne is, ഏതാണ്? Propionibacterium. Propionibacterium acne is a bacterium commonly found on the skin, in pores and hair follicles. Okay, this bacteria play an important part in acne. അപ്പം ആക്നെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയന്റെ നെയിം പഠിച്ചു വയ്ക്കാം. പ്രൊപ്പിയോണിബാക്ടീരിയം, അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിക്സേറ്റീവ് പ്രസന്റ് ഇൻ ലേഷ്മാൻ സ്റ്റെയിൻ ഈസ്. അപ്പം കുറെ സ്റ്റെയിനിങ് ടെക്നിക്സും മെത്തഡ്സും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ലേഷ്മാൻ സ്റ്റെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള ഫിക്സേറ്റീവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? മെഥനോൾ ആണ്. അപ്പം മെഥനോൾ എന്താണ്? ലേഷ്മാൻ സ്റ്റെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇത് എന്തിനുള്ള മെത്തേഡ് ആണെന്നാണ് ഇനി നോക്കേണ്ടത്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൻഡ് ഐഡന്റിഫൈ വൈറ്റ് ബ്ലഡ് സെൽസ്, മലേറിയ പാരസൈറ്റ്സ് ആൻഡ് ട്രിപ്പനോസോമാസ്. ഓക്കെ, മലേറിയ പാരസൈറ്റ് ഓർത്തു വയ്ക്കുക, ലേഷ്മാൻ സ്റ്റെയിൻ ആൻഡ് മെഥനോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഗ്രാം സ്റ്റെയിൻ? ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എ ഗ്രാം സ്റ്റെയിൻ? ഗ്രാം സ്റ്റെയിൻ ഈസ് എ ടെസ്റ്റ് ദാറ്റ് ചെക്സ് ഫോർ ബാക്ടീരിയ അറ്റ് ദ സൈറ്റ് ഓഫ് എ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ സച്ച് ആസ് ദ ത്രോട്ട്, ലങ്സ്, ജെനൈറ്റൽസ് ഓർ ഇൻ സ്കിൻ wounds. Gram stain is a test that checks for bacteria at the site of a suspected infection such as the throat, lungs, genitals or in skin wounds. Okay, and it is also used to check for bacteria in certain body fluids such as blood or urine. Okay, അപ്പം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡ്, യൂറിൻ പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലും ഈ ബാക്ടീരിയന്റെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗ്രാം സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാം സ്റ്റെയിനിങ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ഓഫ് ദി ബാക്ടീരിയൽ സെൽ വാൾ ടു റീറ്റെയിൻ ദ ക്രിസ്റ്റൽ വയലറ്റ് ഡൈ യൂസിങ് സോൾവെന്റ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റെയിൻ ബാക്ടീരിയയുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, ഒരു സാമ്പിളിലെ ബാക്ടീരിയയുമായിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ ഒന്നെങ്കിൽ പർപ്പിൾ കളറായിട്ടോ അല്ലെങ്കിൽ ഒരു പിങ്ക് റെഡ് കളറായിട്ടോ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പർപ്പിൾ ആയിട്ട് മാറുവാണെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. PP കണക്ട് ചെയ്യുക, പോസിറ്റീവ് പർപ്പിൾ പോസിറ്റീവ്. ഓക്കെ, ഇനി ആ ബാക്ടീരിയ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലേക്കാണ് മാറുന്നതെങ്കിൽ ഗ്രാം നെഗറ്റീവ്. ഓക്കെ, ഗ്രാം നെഗറ്റീവ് ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. പർപ്പിൾ പോസിറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഡ് പിങ്ക്, അതേതാണ്? റെഡ് ഓർ പിങ്ക് ആണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെസിമെൻ ഫോർ ബാക്ടീരിയൽ കൾച്ചർ ഓഫ് CSF എന്താണെന്നറിയാലോ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഈസ് നോട്ട് റെഫ്രിജറേറ്റഡ് ഡ്യൂ ടു കോൾഡ് സെൻസിറ്റീവ് ഓർഗാനിസം. ഏതാണ് ആ ഓർഗാനിസം? നെയ്സേറിയ മെനിഞ്ചൈറ്റിഡൈസ്.
മെനിഞ്ചൈറ്റിഡൈസ്. ഓക്കെ, പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് കേട്ടോ. ഞാനിത് മെയിൻ വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? നെയ്സേറിയ മെനിഞ്ചൈറ്റിഡിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമാണ്. അതെന്തിന് കാരണമാവുന്നതാണ്? മെനിഞ്ചൈറ്റിസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് രോഗങ്ങൾക്കും കാരണമാവുന്ന ഒരു ബാക്ടീരിയയാണ് നെയ്സീറിയ മെനിഞ്ചൈറ്റിഡിസ്. ആ പേരിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് ഈസിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു കോൾഡ് സെൻസിറ്റീവ് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. കളർ കോഡ് യൂസ്ഡ് ഫോർ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് ആന്റി കൊയാഗുലന്റ് ബോട്ടിൽസ്. കളർ കോഡ് യൂസ്ഡ് ഫോർ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് ആന്റി കൊയാഗുലന്റ് ബോട്ടിൽസ്. അപ്പൊ കളർ കോഡുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണത്? സിട്രേറ്റ് ട്യൂബ്സിന്റെ കളർ എന്താണ്? ലൈറ്റ് ബ്ലൂ ആണ്. സിട്രേറ്റ് ട്യൂബ് ലൈറ്റ് ബ്ലൂ. സെറം ട്യൂബ്സിനോ റെഡ്. ഏതാണ്? സെറം ട്യൂബ് റെഡ് ആണ്. ഹെപ്പാരിൻ ഗ്രീൻ ആണ്. EDTA ലാവൻഡർ. EDTA ലാവൻഡർ. അത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഓർത്തു വെക്കുവാണ്. അതായത് സെറം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലഡ് ഓർമ്മ വരുവാണെങ്കിൽ അത് റെഡായിട്ട് കണക്ട് ചെയ്യാം. സെറം റെഡ്. ഹെപ്പാരിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു നാച്ചുറൽ എന്താണ് ആന്റി കൊയാഗുലന്റ്. അപ്പം നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രീൻ ആണ് ഓർമ്മ വരിക അല്ലെ? അതുകൊണ്ട് ഹെപ്പാരിൻ ഗ്രീൻ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ EDTA ലാവൻഡർ അത് ഒരു പ്രൊണൗൺസിയേഷനിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഓർത്ത് വയ്ക്കുക. EDTA ലാവൻഡർ. സിട്രേറ്റ് ട്യൂബ് ലൈറ്റ് ബ്ലൂ. ഓക്കെ, ഇത്രയും അത് ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഹെൽത്തി പേഴ്സൺ പ്രസൻസ് ഓഫ് ആന്റിജൻ സ്പെസിഫിക് IgG ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ്. In a healthy person, the presence of antigen specific IgG is indicative of recent infection. എന്താണ്? റീസെന്റ് ഇൻഫെക്ഷൻ. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആണ് IgG എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് ആന്റിബോഡി ആണ്. വേറെയും ടൈപ്പ് ആന്റിബോഡീസ് നമുക്ക് പഠിക്കാനുണ്ട്, അത് ഇപ്പം തന്നെ നോക്കാം. IgG മോളിക്യൂൾസ് ആർ ക്രിയേറ്റഡ് ആൻഡ് റിലീസ്ഡ് ബൈ പ്ലാസ്മ B cells. ഈച്ച് IgG ആന്റിബോഡി ഹാസ് 2 പാരാടോപ്സ്. അപ്പോൾ IgG എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ G എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. IgM ഉണ്ട്, IgE ഉണ്ട്. അത് ഏതൊക്കെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ആന്റിബോഡി ഈസ് എ. ആന്റിബോഡി എന്താണ്? ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ മോളിക്യൂൾസ് ദാറ്റ് കംപ്രൈസ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ചെയിൻസ് that are involved in many physiological functions including immunity. Okay, അപ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The critical structural element of all glycoproteins is having oligosaccharides bonded covalently to a protein. The critical structural element of all glycoproteins is having oligosaccharides bonded covalently to a protein. Next one. Capacity of pediatric blood bag is. പീഡിയാട്രിക് ബ്ലഡ് ബാഗ് ആണ്, ശ്രദ്ധിക്കണം. കപ്പാസിറ്റി ഓഫ് പീഡിയാട്രിക് ബ്ലഡ് ബാഗ് ഈസ് 250 ml. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ സ്പെസിമെൻസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഡാഷ് സൊല്യൂഷൻ. എല്ലാ സ്പെസിമെൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏത് സൊല്യൂഷനിലാണ്? 10% ഫോർമാലിനാണ്. Okay, all specimens should be in a container with a 10% formalin and covered with lid. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഭരണിക്കുള്ളിൽ ഇങ്ങനെ ഫോർമാലിൻ ഇട്ട് വെക്കുന്നത്. ഫോർമാലിൻ വേപ്പേഴ്സ് ആർ ഇറിറ്റന്റ് ടു ഐസ് ആൻഡ് ത്രോട്ട്. എക്സോസ്റ്റ് മേ ബി യൂസ്ഡ് ആസ് ഔട്ട്ലെറ്റ് ഫോർ ഫോർമാലിൻ വേപ്പേഴ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ. Parallel rays entering a simple lens are brought together to a single point called. സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം തന്നെയാണ്, ഫോക്കൽ പോയിന്റ്. ഓക്കെ, മൈക്രോസ്കോപ്സ് യൂസ് കോൺവെക്സ് ലെൻസസ് ഇൻ ഓർഡർ ടു ഫോക്കസ് ലൈറ്റ്. മൈക്രോസ്കോപ്സ് എന്താണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കോൺവെക്സ് ലെൻസ് നമുക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കോൺവെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ലെൻസ്. ചിത്രം മനസ്സിൽ ഓർത്തു വയ്ക്കാം. ദ ലെൻസ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ സർക്കുലർ ഡിസ്ക് with the two faces curving outward known as convex.
When parallel rays of light strike one face of the objective lens, they are focused as they pass through and meet at a single spot called the focal point. Okay, അപ്പം